ഡൽഹി കലാപം ഗൂഢാലോചന കേസിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി ഡൽഹി പോലീസ്. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടന്ന ആസൂത്രിത കലാപമായിരുന്നു ഡൽഹിയിലേത്. സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഗുരുതര വെളിപ്പെടുത്തൽ. പ്രതികളായ ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം, മീരാൻ ഹൈദർ, ഗുൽഷിഫ ഫാത്തിമ എന്നിവരുടെ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടന്ന ആസൂത്രിത കലാപമായിരുന്നു ഡൽഹിയിലേത്. രാജ്യത്തെ സമാധാനം തകർക്കാനും ഇന്ത്യയുടെ അന്താരാഷ്ട്ര പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കാനും പ്രതികൾ ലക്ഷ്യം വെച്ചു. UAPA നിയമപ്രകാരം ജയിൽ നോട്ട് ബെയിൽ എന്നതാകണം നയം എന്നും ഡൽഹി പോലീസ് സുപ്രീം കോടതിയിൽ വ്യക്തമാക്കി. പ്രതികൾ സാമുദായിക കലാപത്തിന് ശ്രമിച്ചതിന് സാക്ഷിമൊഴികളും രേഖകളും സാങ്കേതിക തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായ എതിർപ്പിന്റെ മറവിൽ രാജ്യവിരുദ്ധ ശക്തികൾ കലാപത്തെ ആയുധമാക്കി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഇന്ത്യ സന്ദർശനത്തിനിടെ സംഘടിപ്പിച്ച കലാപത്തിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയെ അപകീർത്തിപ്പെടുത്താൻ പ്രതികൾ ലക്ഷ്യമിട്ടു. കുറ്റകൃത്യത്തിന്റെ ഗൗരവ സ്വഭാവം കണക്കിലെടുത്ത് വിചാരണ വൈകിയതിന്റെ പേരിൽ പ്രതികളെ ജാമ്യത്തിൽ വിടാനാകില്ലെന്നും പോലീസ് സത്യവാങ്മൂലം. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.